ടി ജി, സുപ്രധാനമായ ഒരു രാഷ്ട്രീയ തീരുമാനം ഇന്ത്യ കാത്തിരിക്കുകയാണ്. അത് രാഷ്ട്രീയം മാത്രമല്ല, ജനാധിപത്യത്തിലെ ഒരു പ്രധാനപ്പെട്ട വിദ്യാഭ്യാസം കൂടിയാണ്, ഒരു അറിവ് കൂടിയാണ്. ആ അറിവിന് വേണ്ടി ഇന്ത്യ കാത്തിരിക്കുന്നു. വേറൊന്ന്, അതൊരു നിയമപ്രശ്നം കൂടിയാണ്. അത് നമ്മുടെ ആദരണീയയായ രാഷ്ട്രപതി സുപ്രീം കോടതിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു റഫറൻസാണ്. സുപ്രീം കോടതിയുടെ ചരിത്രപരമെന്ന് വിശേഷിപ്പിക്കപ്പെട്ടൊരു വിധി വന്നല്ലോ കഴിഞ്ഞ RN രവിയുടെ. ഇപ്പോൾ തമിഴ്നാട് ഗവർണറും തമിഴ്നാട് ഗവൺമെൻറ്റും തമ്മിൽ നടന്ന തർക്കം, അത് ഇന്ത്യയിലെ 5-6 സംസ്ഥാനങ്ങളിലെങ്കിലും നിലനിൽക്കുന്നുണ്ട്. അസംബ്ലികൾ പാസ്സാക്കുന്ന നിയമങ്ങളെ അന്യായമായും അനിശ്ചിതമായും ഗവർണർമാർ തടഞ്ഞു വെക്കുന്നു, തിരിച്ചയക്കുന്നില്ല, തീരുമാനമെടുക്കുന്നില്ല, വൈകിപ്പിക്കുന്നു. വർഷങ്ങൾ നീണ്ടുപോയപ്പോഴാണ് അത് രാഷ്ട്രപതിക്ക് അയക്കുന്നില്ല. അപ്പോൾ ഇതിനൊക്കെ ഒരു വിളംബം അല്ലെങ്കിൽ ഒരു കാലപരിധി വെക്കണം എന്നായിരുന്നു തമിഴ്നാട് ആവശ്യപ്പെട്ടത്. അതിലാണ് ചരിത്രപരമായ വിധി വന്നത്. അപ്പോൾ ഗവർണർക്കായാലും രാഷ്ട്രപതിക്കായാലും 3 മാസമാണ് കൊടുത്തിരിക്കുന്ന പരിധി. ആ 3 മാസത്തിനുള്ളിൽ ഒപ്പിട്ടില്ലെങ്കിൽ പോലും ആ നിയമമായി തീരും. ഇതിനകത്ത് സുപ്രീം കോടതി ഇടപെട്ടത് ടി ജിക്ക് ഓർമ്മയുണ്ടല്ലോ. അവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എത്രയും വേഗം ഗവർണർ ഒപ്പിട്ട് അയക്കണമെന്നാണ് ഭരണഘടന പറയുന്നത്. ആ എത്രയും വേഗം എന്നതിന് ഒരു സമയപരിധി നിശ്ചയിച്ചിരുന്നില്ല. സുപ്രീം കോടതി അതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. ഭരണഘടനയെയും നിയമത്തെയും വ്യാഖ്യാനിക്കാനുള്ള അവകാശം തീർച്ചയായിട്ടും കോടതികൾക്കുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പാർലമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വലിയ വിമർശനങ്ങളുണ്ടായി. അന്തിമമായിട്ടാണ് ഇപ്പോൾ ഈ റഫറൻസ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് പൊതുവെ, രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് വിശേഷിച്ചും അറിയാൻ താല്പര്യമുള്ളൊരു കാര്യം, ഈ റഫറൻസിൻ്റെ ഭാവി എന്തായിരിക്കും ടി ജി? ഈ റഫറൻസ് ആദ്യമായിട്ടൊന്നുമല്ല, ഒരുപാട് തവണ റഫറൻസിന് വിട്ടിട്ടുണ്ട് രാഷ്ട്രപതി. ആ റഫറൻസ് ഒരു കേസായിട്ട് പരിഗണിക്കും. രജിസ്ട്രിയിൽ നിന്ന് അതിൻ്റെ ഒരു നമ്പർ ഇട്ടിട്ട് ഒരു ഭരണഘടനാ ബെഞ്ചിലേക്ക് സാധാരണ രാഷ്ട്രപതിയുടെ റഫറൻസ് വന്നു കഴിഞ്ഞാൽ അതിൽ ഭരണഘടനാ പ്രശ്നമാണ് രാഷ്ട്രപതി ഉന്നയിക്കുന്നതല്ല, അത് നിസ്സാര തർക്കമൊന്നും അല്ലല്ലോ. അത് ഭരണഘടനാ ബെഞ്ചിൻ്റെ മുമ്പിൽ പോസ്റ്റ് ചെയ്യും. ഇപ്പോൾ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിന് നോട്ടീസ് പോകും. കേന്ദ്ര സർക്കാരിന് താല്പര്യമുള്ള സംസ്ഥാനങ്ങൾക്ക് അതിൽ എല്ലാ കക്ഷികൾക്കും അവർക്ക് നോട്ടീസ് പോവില്ല, അവർക്ക് കക്ഷി ചേരാം. തമിഴ്നാടിന് കക്ഷി ചേരാം, ഇൻ്റർവീനിങ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട്. അത് വെച്ച് ഇവരുടെ ആർഗ്യുമെൻ്റ് ഉണ്ടാകും. കോടതിക്ക് വേണമെങ്കിൽ ഒരു അമിക്കസ് ക്യൂറിയെ വെച്ച് ഇൻഡിപെൻഡൻ്റായിട്ട് ഒരു സ്റ്റഡി നടത്തിയിട്ട് റെക്കമെൻഡ് ചെയ്യാനായിട്ട് അമിക്കസ് ക്യൂറിയെ വയ്ക്കാം. ഫൈനലി അതിൻ്റെ പുറത്ത് ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ടാകും. ഈ ഒരുപാട് കാര്യങ്ങൾക്ക് മാതൃക കേരളമാണ്. കേരളത്തിൻ്റെ പേരിലാണ് ആദ്യമായിട്ട് സുപ്രീം കോടതിയിൽ റഫറൻസ് പോകുന്നത്. നമ്മളുടെ 57-ലെ EMS സർക്കാരിൽ മുണ്ടശ്ശേരി മാഷ് കൊണ്ടുവന്ന വിദ്യാഭ്യാസ ബില്ല്, ആ വിദ്യാഭ്യാസ ബില്ല് ഗവർണർ രാമകൃഷ്ണ റാവു ഒപ്പിടാതെ പ്രസിഡൻറ്റിനെ അയച്ചു. പ്രസിഡൻറ്റ് അതിൻ്റെ പുറത്ത് അഭിപ്രായം ചോദിച്ചു സുപ്രീം കോടതിയോട്. കാരണം അതിനകത്തെ ഒരു പ്രത്യേക ക്ലോസ് ഇവരുടെ മൗലികാവകാശം ലംഘിക്കപ്പെടുന്നുണ്ടോ. ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളാണ് ഈ പ്രശ്നം ഉന്നയിച്ചത്. NSS ലേറ്റർ ഓൺ എൻട്രിയാണ് ആ ഇഷ്യൂവിൽ. പിന്നെ അത് വിമോചന സമരമൊക്കെ ആയിട്ട് മാറി. ബട്ട് പ്രധാന പ്രശ്നം അവർക്ക് അവരുടേതായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താം എന്നൊരു ക്ലോസ് ഭരണഘടനയിലുണ്ട്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 26. ഇപ്പോൾ ഇത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താം എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള അധികാരമാണോ അവർക്ക് തോന്നുന്ന സ്ഥലത്ത് അവർ സ്കൂൾ തുടങ്ങി തോന്നുന്ന ശമ്പളം കൊടുക്കുക, തോന്നുന്ന ഫീസ് കൊടുക്കുക. മുണ്ടശ്ശേരി മാഷിൻ്റെ ഗ്രീവൻസ് ഇതായിരുന്നു. അധ്യാപകരെ കൊണ്ട് 1000 രൂപ കിട്ടിയെന്ന് പറഞ്ഞ് ഒപ്പിടിക്കുക, കയ്യിൽ 50 രൂപ കൊടുക്കുക. നിലനിന്നൊരു കാലമാണല്ലോ. അപ്പോൾ മുണ്ടശ്ശേരി മാഷ് പറഞ്ഞു, നിങ്ങൾ സ്കൂൾ നടത്തിക്കോളൂ, ബട്ട് അധ്യാപകരെ നിയമിക്കുന്നതും ശമ്പളം കൊടുക്കുന്നതും ഒന്നും നിങ്ങൾക്ക് ബാധകമല്ല. അത് സർക്കാർ ചെയ്യും. അധ്യാപകരുടെ റിക്രൂട്ട്മെൻറ്റും സർക്കാർ നടത്തും എന്ന് പറഞ്ഞിരുന്ന തുടക്കത്തിൽ. അപ്പോൾ അത് അധ്യാപകരുടെ റിക്രൂട്ട്മെൻറ്റ് നിയമനം കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ സ്കൂൾ നടത്തിയിട്ട് 10 പൈസ കിട്ടില്ല. അതായിരുന്നു ഡിസ്പ്യൂട്ടിൻ്റെ കോർ. ഏതായാലും ഇത് ആർട്ടിക്കിൾ 26ൻ്റെ ലംഘനമാണോ എന്ന് അഭിപ്രായം ചോദിച്ച് റഫറൻസ് കൊടുത്തു. അതിന് റിപ്ലൈ വരുന്നതിന് മുമ്പേ ഇവിടെ സമരം കോലാഹലമായി, വിമോചന സമരമായി. സുപ്രീം കോടതി അനങ്ങിക്കിട്ടാൻ ഒക്കെ നാളെ എടുക്കുമല്ലോ. ഇപ്പോൾ സാർ പറഞ്ഞില്ലേ, തമിഴ്നാട് 2 വർഷമായി. ഈ 2 വർഷം താമസിപ്പിച്ച ആരാ? സുപ്രീം കോടതിയാണ്.
അതിൽ തീരുമാനം എടുക്കുക. ഗവർണർ 3, 4, 5, 6 മാസം കാത്തിരുന്നു സ്റ്റാലിൻ. എന്നിട്ട് അങ്ങേര് സുപ്രീം കോടതി പോയി, അതവിടെ കിടന്നു. എന്നിട്ടാണ് സുപ്രീം കോടതി 2 വർഷമായി എന്ന് പറയും. 2 വർഷം ആ കാര്യം സുപ്രീം കോടതി തന്നെയാണ്. 1.5 വർഷം സുപ്രീം കോടതിയുടെ സംഭാവനയാണ്, 6 മാസമേ ഉള്ളൂ ഗവർണറുടെ സംഭാവന. അപ്പോൾ എന്ത് വാങ്ങിക്കോട്ടെ. ബട്ട് ഒരു കാര്യത്തിൽ ഞാൻ സമ്മതിക്കുന്നു, ഈ സ്റ്റാലിൻ്റെ അവിടെ ഒരു യൂണിവേഴ്സിറ്റിയിലും ഒരു ലഹളയും ബഹളവും നടന്നില്ല. സാർ ശ്രദ്ധിച്ചിരുന്നു? അതെ അതെ, കറക്റ്റാണ്. ഗവർണർ വിധിച്ച് ചെയ്യണം, ഗവർണർ രാജിവെക്കണം, ഗവർണർ ഗോ ബാക്ക്, ഗവർണർ വഴി തടയുന്നു. ഈ പരിപാടി തമിഴ്നാട്ടിലുണ്ടായില്ല. അതിൻ്റെ തമിഴന്മാർക്ക് അറിഞ്ഞൂടെ വഴി തടയാൻ? നമ്മളെക്കാളൊക്കെ വലിയ റൗഡികളാണ് അവർ. ബട്ട് യൂണിവേഴ്സിറ്റീസ് വെയർ ഫങ്ഷനിങ്. ഇപ്പം ഈ 12 ബില്ലാണ് ഇങ്ങനെ തടഞ്ഞു വെച്ചത് തമിഴ്നാട് ഗവൺമെൻറ്. രവി, അതിൽ 2 ഈ കുറ്റവാളികളെ തുറന്നു വിടുന്ന ഇതാണ്. കുറ്റവാളികളെ ജയിൽ മോചിതരാക്കുന്ന റെക്കമെൻഡേഷനാണ്. അത് തന്നെ 10 ഉണ്ടായിരുന്നു. അതിൽ 8 പുള്ളി ഒപ്പിട്ടു. 2 പുള്ളി പറഞ്ഞു ഇത് വളരെ ഹീനമായ കുറ്റകൃത്യങ്ങളാണ്. എനിക്ക് മനസ്സിലാകുന്നു നിങ്ങളുടെ പാർട്ടിക്കാരാണ്. ഓരോ സർക്കാരും അധികാരത്തിൽ വരുമ്പോൾ അവർക്ക് വേണ്ടപ്പെട്ടവരെ തുറന്നു വിടാറുണ്ട്. ഇതൊക്കെ എനിക്കും അറിയാം. ഞാൻ രാഷ്ട്രീയക്കാരനല്ലെങ്കിലും എനിക്ക് രാഷ്ട്രീയത്തിൽ നടക്കുന്നത് എന്താണെന്ന് ഞാനും ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഈ 2 മഹാമോശമാണ്, ഇത് ഞാൻ ഒപ്പിടില്ല. പിന്നെ ബാക്കി 10 യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള അധികാരം ഗവർണറിൽ നിന്ന് സ്റ്റാലിൻ എടുക്കുകയാണ്. ഇവിടെ കേരളത്തിലുള്ള പോലെ തന്നെ ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിൽ പെശകാൻ കാര്യതാണില്ല. ചാൻസലറുടെ അധികാരങ്ങൾ ഗവൺമെൻറ് എടുക്കുന്നു. അത് ചാൻസലർ തന്നെ ഒപ്പിട്ട് കൊടുക്കണം. എന്നെ മാറ്റാൻ ഞാൻ തന്നെ ഒപ്പിടണം. പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് വഴക്ക്. ഇത് തന്നെ അവിടെയും വഴക്ക്. 10 യൂണിവേഴ്സിറ്റികളും ഭംഗിയായിട്ട് പ്രവർത്തിച്ചു, ഒരു പ്രശ്നവുമില്ല. പല കാര്യങ്ങളും സ്റ്റാലിനെ മാതൃകയാക്കുന്ന കേരളം അക്കാര്യത്തിൽ മാതൃകയാക്കുന്നില്ല. സ്റ്റാലിൻ പറഞ്ഞു അത് അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂ ആണല്ലോ. പിള്ളേരുടെ പഠിത്തം നടന്നോട്ട് ഈ വൈസ് ചാൻസലർ എന്ന് പറയുന്നത് ഡെയിലി വന്ന് ക്ലാസ് എടുക്കുന്ന ആളൊന്നും അല്ല. അങ്ങനെ അവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സത്യം സാർ ആലോചിച്ചു, 1 വർഷം വൈസ് ചാൻസലർ ഇല്ലെങ്കിൽ വല്ല കുഴപ്പമുണ്ട്? ഒരു കുഴപ്പമില്ല, ഒന്നുമില്ല. ഇവരുടെ വിചാരം വൈസ് ചാൻസലറുടെ തലയിലാണ് ഈ വിദ്യാഭ്യാസം മുഴുവൻ ഇരിക്കുന്നത്. ഒന്നുമല്ല. ഇത് സ്റ്റാലിൻ അറിയാവുന്നതുകൊണ്ട് പിള്ളേരെ ഇളക്കി വിടുകയോ തെരുവിൽ യുദ്ധം നടത്തുകയോ ഒന്നും ചെയ്തില്ല. സുപ്രീം കോടതി തീരുമാനിക്കട്ടെ എന്ന്. സുപ്രീം കോടതി ഇതിന് ടൈം ലിമിറ്റ് തീരുമാനിച്ചു. ജസ്റ്റിസ് പർദിവാല, പിന്നെ ഒരു ജഡ്ജി കൂടെ, മഹേന്ദ്രൻ ആണെന്ന് തോന്നുന്നു. ഈ 2 പേര് ഇതിൽ വന്നത് എന്താണെന്ന് വെച്ചാൽ ഭരണഘടന വ്യാഖ്യാനം ചെയ്യാനുള്ള അവകാശം സുപ്രീം കോടതിക്കുണ്ട്. ബട്ട് സുപ്രീം കോടതിയുടെ ഒരു ഭരണഘടനാ ബെഞ്ചാണോ ഈ വിധി പ്രഖ്യാപിച്ചത്? അല്ല. മിനിമം ഒരു ഭരണഘടനാ ബെഞ്ചെങ്കിലും വേണം. ഇപ്പോൾ ഉള്ള ഭരണഘടനാ ബെഞ്ച് തന്നെ പോരാ. കാരണം 8 ജഡ്ജിമാർ സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്ന കാലത്ത് 1950 5 പേരടങ്ങുന്ന ഭരണഘടനാ ബെഞ്ച് എന്ന് തീരുമാനിച്ചത്. 8ൽ 5, അതായത് പകുതിയിൽ അധികം കൂടുതൽ. ഭരണഘടനാ ബെഞ്ചിൻ്റെ 8ൻ്റെ പകുതി 4, ഒരെണ്ണം കൂടെ കൂട്ടി 5. അപ്പോൾ അതിനകത്ത് ഭൂരിപക്ഷ വിധി ഏതാണെന്ന് തീരുമാനിക്കാൻ പറ്റും. 4 പേരെയാണ് വയ്ക്കുന്നതെങ്കിൽ 2 ഇപ്പുറത്തും 2 അപ്പുറത്തും ആയി കഴിഞ്ഞാൽ പിന്നെയും സ്റ്റേൽമേറ്റ്. അങ്ങനെയാണ് ഈ 5 എത്തിയത്. ഇത് ഇപ്പോഴും നമ്മുടെ ഭരണഘടനാ ബെഞ്ച് 5ആണ്. 34 സുപ്രീം കോടതി ജഡ്ജിമാരുണ്ട്, അപ്പോഴും 5ആണ്. ശരിക്കും പറഞ്ഞാൽ കാലാനുസൃതമായി മാറിയിട്ടില്ല. കാരണം 34ൻ്റെ പകുതി 17, ഒരെണ്ണം കൂടെ കൂട്ടിയ 18 പേരെങ്കിലും. 18 ഇരട്ട സംഖ്യ ആയതുകൊണ്ട് 19 ആക്കേണ്ടി വരും. 19 പേരാണ് ഇപ്പോൾ ഇരിക്കേണ്ടത് ഒരു ഭരണഘടനാ പ്രശ്നം പരിശോധിക്കാൻ. അതിന് പകരം 2 പേരിരുന്നിട്ട് സമയപരിധി തീരുമാനിച്ചു. സാറിപ്പോൾ നോക്ക്, JSK, ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമ, അവർ ഹൈക്കോടതിയിൽ പോയി എന്തുകൊണ്ടാണ് ഞങ്ങൾക്കൊരു മറുപടി തന്നില്ല. സിനിമാറ്റോഗ്രാഫിക് ആക്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ആസ് സൂൺ ആസ് പോസിബിൾ എന്നാണ് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. ആസ് സൂൺ ആസ് പോസിബിൾ ക്യാൻ ബി 3 months, 4 months, 3 years, 5 years. ഇതാണ് CBFCയുടെ പ്രസൂൻ ജോഷിയുടെ കളി. അയാൾക്ക് സൗകര്യമുള്ള സിനിമയ്ക്ക് അയാൾ പിറ്റേ ദിവസം തന്നെ കൊടുക്കും. അല്ലാത്തത് വെച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴും പല സിനിമകളും CBFCയിൽ കിടക്കുകയാണ്. സമയപരിധിയില്ല. CBFCക്ക് ഒരു സമയപരിധി ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ തീരുമാനിക്കുന്നുമില്ല. അവർ ഗവർണറുടെയും പ്രസിഡൻറ്റിൻ്റെയും സമയപരിധി തീരുമാനിക്കുന്നു. സാറൊരു അപേക്ഷ തഹസിൽദാർക്ക് കൊടുക്കുന്നു. തഹസിൽദാർ എത്ര ദിവസത്തിനകം തീരുമാനം എടുക്കണം? സമയപരിധിയില്ല. ജില്ലാ കളക്ടർ സമയപരിധിയില്ല. ചീഫ് സെക്രട്ടറി സമയപരിധിയില്ല. മുഖ്യമന്ത്രി സമയപരിധിയില്ല. ധൃതി പിടിച്ചിട്ട് സുപ്രീം കോടതി ചാടിക്കയറിയിട്ട് ഗവർണർക്കും
പ്രസിഡന്റിന് സമയപരിധി തീരുമാനിക്കുന്നു. അതെ. അപ്പോൾ പ്രസിഡന്റ് ചോദിച്ചു, ഈ ഭരണഘടനയുടെ നിങ്ങൾ ഈ നടത്തിയിരിക്കുന്ന വ്യാഖ്യാനം ഭരണഘടനയുടെ ഭേദഗതിയാണ്. ആസ് ഏർലി ആസ് പോസിബിൾ എന്ന് ഭരണഘടന എഴുതി കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത അല്ലെങ്കിൽ കഴിയുന്നതും വേഗം എന്നാണ്. അതിന് നിങ്ങൾ ആ വേഗത എത്രയെന്ന് നിങ്ങൾ തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ ഭരണഘടന ഭേദഗതിയാണ്, വ്യാഖ്യാനമല്ല. റൈറ്റ്. ഒരു രീതിയിലും നിങ്ങൾക്ക് ഏറ്റവും വേഗം എന്നുള്ള ഇതിന് 10 സെക്കൻഡ് എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കാൻ സാധ്യമല്ല. സമയപരിധി നിങ്ങളുടെ കയ്യിലല്ല, പാർലമെൻറ്റിൻ്റെ കയ്യിലാണ്. പാർലമെൻറ്റിന് വേണമെങ്കിൽ അത് ചെയ്യാം. അപ്പോൾ വ്യാഖ്യാനം എന്നുള്ള പേരിൽ ഭരണഘടന ഭേദഗതി ചെയ്യാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ടോ? നല്ല ക്വസ്റ്റ്യനാണത്. റഫറൻസിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണത്. ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്? അതില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഇന്ന 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 വിധികളുണ്ട്, ആ വിധികൾ അതിൽ ലിസ്റ്റ് ചെയ്യുന്നില്ല. അവർ പറയുന്നത് എ കറ്റീന ഓഫ് ജഡ്ജ്മെൻറ്റ്സ് ഫ്രം സുപ്രീം കോർട്ട് can be quoted in this case saying that Supreme Court doesn't have powers to amend the Constitution. They can only interpret the Constitution. ഇത് നിങ്ങൾ തന്നെ പറഞ്ഞതാണ്. നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് പറഞ്ഞതാണ് 6 or 7 തവണ. അത് നിങ്ങൾ തന്നെ വിട്ടിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണ്ട, ഒന്നും വേണ്ട, ഞാൻ ജസ്റ്റിസ് പർദിവാല തീരുമാനിച്ചാൽ മതി. ആൻഡ് പർദിവാല ഈസ് എ കോൺട്രവേഴ്സ്യൽ ജഡ്ജ്. പർദിവാല ഗുജറാത്തിലെ ജഡ്ജായിരുന്നു. പർദിവാല ഇവർ ഈ വാക്കുകൊണ്ടാണല്ലോ പലപ്പോഴും സുപ്രീം കോടതി നേടുന്നത്. ഈ രാജ്യത്തൊരു ഭരണമുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഇതൊന്നും ജഡ്ജ്മെൻറ്റിലും ഉണ്ടാവില്ല. ബട്ട് ഹെഡ്ലൈൻ അന്ന് മോദിക്ക് തിരിച്ചടി ഒന്നും പറയണ്ട, വഴിയാക്കാൻ പറ്റില്ല, വാക്കാലുള്ള അടികളാണ്. ഇതിൽ മിടുക്കനാണ് പർദിവാല. പർദിവാല ഗുജറാത്തിലിരുന്നുകൊണ്ട് പറഞ്ഞു, ഈ രാജ്യത്തെ മുഴുവൻ കുഴപ്പത്തിനും കാരണം ഈ റിസർവേഷൻ സിസ്റ്റമാണെന്ന് പറഞ്ഞു. എൻ്റെ ദൈവമേ, ആ വലിയ ജാഥയും സംഗതിയൊക്കെയായി ഇങ്ങനെങ്ങ് എഴുതിയിട്ടുമില്ല. ഒടുവിൽ പർദിവാലയ്ക്ക് നിസ്സഹായനായിട്ട് സെയിം കോർട്ടിൽ ഞാൻ നേരത്തെ വാക്കാലാണ് പറഞ്ഞതെങ്കിലും അത് വാക്കാൽ ഞാൻ എക്സ്പെൻഡ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് ആ കോൺട്രവേഴ്സിയിൽ നിന്ന് പിൻവാങ്ങി തലയുരേണ്ടി വന്നു. പുള്ളിക്ക് ഈ സ്വഭാവമുള്ളതാണ്. ഈ രാജ്യത്തെ സകല കുഴപ്പത്തിന് ഉത്തരവാദി. നൂപുർ ശർമ്മ കേസിൽ ഈ കമൻ്റ് അടിച്ചത് ഇങ്ങനെ പർദിവാല, ഈ രാജ്യത്തെ സകല കുഴപ്പത്തിനും ഉത്തരവാദി നിങ്ങളാണ്. വാക്കാലുണ്ടാക്കുന്ന കുഴപ്പങ്ങളാണ്. ആവേശം കയറിയിട്ട് മാധ്യമങ്ങളിൽ ശ്രദ്ധ കിട്ടാനായിട്ട്. ഓക്കെ. അപ്പോൾ ടി ജിയുടെ ഈ ഒരു നിയമവിദഗ്ധൻ എന്ന തലത്തിലും അനുഭവങ്ങളുടെ, രാഷ്ട്രീയ അനുഭവങ്ങളുടെയും കീഴ്വഴക്കങ്ങളുടെയും ഒരു നിരീക്ഷകൻ എന്ന നിലയിൽ ഇപ്പോൾ ടി ജി നിർദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഒരു പരിണതി ഒന്നുകിൽ ഒരു അമിക്കസ് ക്യൂറിയെ വെച്ചു എന്ന് വരാം. ഗവൺമെൻറ് മീൻസ് കോടതി, സുപ്രീം കോടതി മുമ്പിലുള്ള സാധ്യത, അല്ലെങ്കിൽ ഒരു ഭരണഘടനാ ഫുൾ ബെഞ്ചിന് ഇത് വിട്ടു എന്നും വരാം. ഈ രണ്ട് സാധ്യതകളല്ലാതെ വല്ല സാധ്യതയുണ്ടോ ടി ജി? ഭരണഘടനാ ബെഞ്ചിലും വിട്ടു കഴിഞ്ഞു. 5 പേരുടെ ഭരണഘടനാ ബെഞ്ചിലും. അത് മതിയാവുമോ? ഇപ്പോൾ ടി ജി പറഞ്ഞതനുസരിച്ച് ഈ ഒരു വാദം ടി ജി ഇപ്പോൾ വളരെ അത് ആ വാദം നേരത്തെ മുതലുണ്ട്. ബട്ട് ഇപ്പോൾ എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻ 19 പേരെങ്കിലും ഇല്ലെങ്കിൽ പുതിയ കാലത്തെ ഭരണഘടനാ ബെഞ്ച് ആവില്ല എന്നൊരു ഭരണഘടനാ ഇഷ്യൂ ആണല്ലോ. സുപ്രീം കോടതിക്ക് വേണമെങ്കിൽ അത് ചെയ്യാം. അത് ശരി. ഇപ്പോൾ ഇതിൽ നമ്മുടെ ശബരിമല കേസിൽ റിവ്യൂ പെറ്റീഷൻ പരിഗണിക്കണോ വേണ്ടയോ എന്നുള്ള വിഷയം വിശാല ബെഞ്ചിന് വിട്ടു. ആ വിശാല ബെഞ്ച് 9 പേരുള്ള ബെഞ്ചായിരിക്കണം എന്നും അതിൽ പറഞ്ഞു. അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ 7 പേരിരുന്ന് തീരുമാനിച്ച ഒരു പ്രിൻസിപ്പിൾ അത് അൺസെറ്റിൽ ചെയ്യണമെങ്കിൽ 9 പേര് വേണം. ഇപ്പോൾ ശബരിമലക്കാർ വാദിച്ച് 7 പേരടങ്ങുന്ന ബെഞ്ച് 1954 ഒരു വിധിയിൽ ഈ മതങ്ങളിൽ കോടതിക്ക് എവിടം വരെ കയറാം എന്നൊരു തീരുമാനം എടുത്തിരുന്നു. 1954 ശിരൂർ മഠ് കേസ് എന്ന് പറയും. അത് വലിയ കേസായിരുന്നു. അതിനകത്തെ പ്രിൻസിപ്പിൾ ശബരിമലക്കാർ ചലഞ്ച് ചെയ്തു. ആ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഇപ്പോൾ ഡിസൈഡ് ചെയ്യാൻ പാടില്ല, അത് പഴയതാണെന്നൊക്കെ പറഞ്ഞിട്ട് പരാശരനെയൊക്കെയാണ് ബാധിച്ചത്. അപ്പോൾ പരാശരൻ കൊടുത്ത ഒരു വെയിറ്റാണത്. ശരി, അത് പുനഃപരിശോധിക്കേണ്ടതാണോ എന്നുള്ളത് 9 അംഗ ബെഞ്ച് പരിശോധിക്കട്ടെ. TMA പൈ കേസിൽ നമ്മളുടെ സ്വാശ്രയ കോളേജ് വിധി, അതിൽ 13 ജഡ്ജിമാരുണ്ടായിരുന്നു. കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറഞ്ഞാൽ ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റ്, അതിൽ 13 ജഡ്ജിമാരുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇതിൻ്റെ എണ്ണം കൂട്ടാം. ഇല്ലെങ്കിൽ ഇപ്പോൾ വിട്ടിരിക്കുന്ന ഈ ഭരണഘടനാ ബെഞ്ചിന് തന്നെ വിധി പറയാവുന്നതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. പറഞ്ഞാൽ അത് നിയമമായി തീരുകയും ചെയ്യും. അല്ലേ? തീർച്ചയായിട്ടും എന്ത് സംഭവിക്കുമെന്ന് ഈ ഓപ്ഷൻസ് ഒക്കെ ഇല്ല സംഭവിക്കുന്നത് ഞാൻ പറയാം സാർ. ഇവിടെ സുപ്രീം കോടതി ഒരു സ്റ്റെപ്പ് പുറകോട്ടെടുക്കും. ആണോ? അവർ പറയും ഈ ഞങ്ങൾ ചെയ്തു കൂടാത്തതാണ് ചെയ്തത്, അതുകൊണ്ട് ഈ അവകാശം
പാർലമെൻറ്റിനുള്ളതാണ്, ഞങ്ങളത് അങ്ങനെ തന്നെ പറഞ്ഞ് തീർപ്പാക്കും. ബട്ട് ഈ പ്രസൻറ്റ് കേസ് ഓൾറെഡി ജഡ്ജ്മെൻറ്റ് കൊടുത്തത് തമിഴ്നാടിൻ്റെ കേസ്. തമിഴ്നാടിൻ്റെ സ്റ്റാറ്റസ് കോ ഞങ്ങളിപ്പോൾ മാറ്റുന്നില്ല. അതിൽ അവർ പാർലമെൻറ്റ് ഞങ്ങളോട് സഹകരിക്കണം. കാരണം ഈ കേസ് തീർപ്പാക്കുമ്പോൾ ഇനി സാർ നോക്കി ഒരു 2-3 വർഷം എടുക്കും ഇത്രയും പേരുടെ വാദം. കാരണം സ്റ്റാലിൻ ഇത് വിടാൻ പോകുന്നില്ല, കേരളം ഇതിൽ കക്ഷി ചേരും, മമതാ ബാനർജി കക്ഷി ചേരും, മിനിമം 3 സംസ്ഥാനങ്ങൾ ടൂത്ത് ആൻഡ് നെയിൽ ഇത് ഫൈറ്റ് ചെയ്യും. സകല സ്റ്റാർ വക്കീലന്മാരും ഇതിലിറങ്ങും. അങ്ങനെ ചെയ്ത് 2-3 വർഷം കഴിഞ്ഞായിരിക്കും വിധി വരുന്നത്. അപ്പോഴത്തേക്ക് തമിഴ്നാട്ടിൽ ഇത് 6 വർഷം 8 വർഷമായി കഴിയും. സ്റ്റാലിൻ ചിലപ്പോൾ ഭരണത്തിൽ നിന്ന് പോയെന്ന് വരാം, എന്തും സംഭവിക്കാം. അപ്പോൾ സുപ്രീം കോടതി പറയും ഇനി പുറകോട്ട് പോയിട്ട് അന്ന് ഡിസിഷൻ തെറ്റായിരുന്നു എന്ന് പറഞ്ഞിട്ട് അന്നത്തെ വൈസ് ചാൻസലർമാരെ തിരിച്ച്, അപ്പോഴത്തേക്ക് പലരും മരിച്ചു കാണും. അപ്പോൾ അവർ പറയും അത് കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി ഫ്യൂച്ചറിൽ ലെജിസ്ലേച്ചർ ഡിസൈഡ്. അപ്പോഴും നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരുടെ കാര്യത്തിൽ സുപ്രീം കോടതിക്കോ ആർക്കും ഒരു ദണ്ണവുമില്ല. തഹസിൽദാർക്ക് എത്ര സമയം വേണമെങ്കിലും എടുക്കാം, കളക്ടർക്ക് എടുക്കാം, പോലീസ് ഉദ്യോഗസ്ഥനെടുക്കാം, ആർക്ക് എത്ര സമയം വേണമെങ്കിലും എടുക്കാം, കോടതിക്ക് തോന്നുന്ന പോലെ സമയം എടുക്കാം. കോടതി ഒരു കേസ് തീരുമാനിക്കാൻ സമയപരിധിയൊന്നുമില്ലല്ലോ. അതെ അതെ അതെ. ആസ് ഏർലി ആസ് പോസിബിൾ ഇല്ല, ഒന്നുമില്ല. ആസ് ലേറ്റ് ആസ് പോസിബിൾ എന്നുള്ളതാണ്. വാദിയും പ്രതിയും ചത്തു കഴിഞ്ഞാൽ കേസ് തീർന്നില്ല. അതെ അതെ, അതാണ് എളുപ്പം. അതിന് വേണ്ടിയിട്ടാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്. ഏതായാലും പ്രായോഗികമായി സുപ്രീം കോടതി പ്രഖ്യാപിക്കാനിടയുള്ള ഒരു വിധിയുടെ സാധ്യതയാണ് അനുഭവത്തിൽ നിന്ന് TG. തീർച്ചയായിട്ടും ഇപ്പോൾ TG പറഞ്ഞതുപോലെ തന്നെയാണ് സംഭവിക്കാൻ സാധ്യത. എങ്കിലും നമുക്ക് അന്തിമമായ വിധിക്ക് വേണ്ടി കാത്തിരിക്കാം. നന്ദി TG. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.